റോസ് പാർക്ക് എന്ന് പറയുന്നൊരു പാർക്കാണ്. അപ്പം നമുക്കിവിടെ ജസ്റ്റ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർ ഹെഡ് 100 റുപ്പീസാണ് പറയുന്നത്. അപ്പം ഇതുപോലെ ചിൽഡ്രൻസിന് കളിക്കാനുള്ള പല ഫെസിലിറ്റീസും ഉണ്ട്. ബട്ട് ഇതിന് എത്രയാണ് കോംബോ പാക്ക് അല്ലേ? ഇതെല്ലാം കൂടെ ചേർന്ന് എത്രയാണ് വരണം? ഈ ഒരു 400. അപ്പം പല റൈഡ് മീൻസ് ചിൽഡ്രൻസിൻ്റെ ഇതും എൻട്രൻസ് ടോട്ടലി ഇത് വരുമ്പോഴത്തേന് 400 എൻട്രൻസ് ഉൾപ്പെടെയാണ് ഇപ്പൊ നമ്മൾ 400 റുപ്പീസിന് പറയുന്നത് അല്ലേ? ഓക്കെ. അതായത് ചിൽഡ്രൻസിന് കളിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വലിയവർക്കുള്ളതും ഉണ്ട്. അതുപോലെ തന്നെ ദിനോസറിന്റെ ഒരു ജസ്റ്റ് 5 മിനിറ്റ്സ് അല്ലേ? 5 മിനിറ്റ്സിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് പെർ ഹെഡ് 100 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പം ഫൈൻ കേസ്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. ഓക്കെ. അപ്പം ഇത് കൂടാതെ തന്നെ ഫ്രീ റൈഡ്സും വേറെ ഉണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വഴിയെ അറിയാം. അപ്പോൾ ഫ്രീ റൈഡ്സ് വരുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നത്? ഇവിടെ അല്ലാതെ കോമൺ നമുക്ക് കയറുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ടുള്ളത്. ഇത് മാത്രം സെപ്പറേറ്റ് ഉള്ളത് പെയ്ഡുമായിട്ട് വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ് പാർക്ക് എന്ന് പറയുന്ന പ്ലേസ്. ഇനി അകം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് 100 റുപ്പീസാണ് ഫീസ് വരുന്നത്. അപ്പം നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വള്ളത്തിൻ്റെ കാര്യങ്ങളും അധികമായിട്ട് ആണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു വെറൈറ്റി ഫീലാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു ചെറിയൊരു കുളം പോലെ അല്ലെങ്കിൽ വള്ളം ഒഴുകി പോകുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഒരു വള്ളം ക്രിയേറ്റിവിറ്റി ചെയ്തിരിക്കുന്നു. അതുപോലെ നമ്മുടെ പഴയ കാളവണ്ടിയുടെ രീതിയിലുള്ള ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇനിവേ നമുക്ക് ഫാമിലി ആയിട്ടല്ലേ പിള്ളേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ പിള്ളേർക്ക് ടൈം പാസിന് വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ട് വേണം നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് കുമളിയിൽ നിന്ന് വെറുതെ 1-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന. ഇത് ഫ്രീ ആയിട്ടുള്ള റൈഡുകളാണ് ഇത്തരം സംഭവങ്ങൾ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് പ്ലീസ് റിമൂവ് യുവർ ഷൂസ് ബിഫോർ എൻട്രിങ് ആൻഡ് എൻട്രൻസ് 5 to 10 years ഉള്ളി. അതായത് 5 to 10 years, അതായത് പിള്ളേരുടെ ഏജാണ് എഴുതിയിരിക്കുന്നത്. ആ ഏജിലുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള ഫെസിലിറ്റിയാണിത്. എനിവേ പിള്ളേർക്ക് അതായത് ഇതിൻ്റെ അകത്ത് കളിക്കുന്നതിന് ഫീ ഒന്നുമില്ല. എൻട്രൻസ് ഫീ മാത്രമേ ഉള്ളൂ. പിന്നെ പെയ്ഡായിട്ടുള്ള വേറെ കുറച്ച് കോംബോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ആ ഒരു സംഭവം 400 രൂപയുടെ കോംബോ പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 400 ഇത് പെർ ഹെഡ് കേട്ടോ. 400 രൂപയുടെ കോംബോ പാക്ക് എടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ ഫെസിലിറ്റിയും യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നീറ്റാണ് സ്ഥലം. പിന്നെ ഇപ്പം മഴയുടെ ഒരു ഇതുകൊണ്ട് ഒരല്പം വെള്ളമൊക്കെ ഒരല്പം കലങ്ങിയിട്ടുണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളൊക്കെ വളരെ നീറ്റാണ്. Feel the ground shaking underneath, trying to take me alive. Get ready for the fallout. Can't stop me now. I got no rival. നമുക്കിവിടെ തന്നെ കഫറ്റീരിയ, സ്കൈ സൈക്കിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, റെസ്റ്റ് റൂം, അതുപോലെ തന്നെ സിപ്പ് ലൈൻ, മൾട്ടി ലൈൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പെയിൻ കൊടുത്ത് നമുക്ക് പോയി നോക്കാം എന്താണ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന അരകല്ലും കാര്യങ്ങളുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് ഫോറിനേഴ്സ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഒരു വെറൈറ്റി ഫീലാണ്. അതുപോലെ തന്നെ കുറച്ച് വലിയ പിള്ളേർക്ക് 5 വയസ്സിന് മേലോട്ടുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള സൈക്ലിങ്ങിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ 400 രൂപയുടെ കോംബോ പാക്കിൻ്റെ അത് വരുന്നതാണ് പെർ ഹെഡ്. കിളികളുടെ ഒരു കൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിരിക്കണം. ഇതാണ് നമുക്ക് സൈക്ലിംഗ് ചെയ്യാനുള്ള സൈക്കിളുകൾ. അതായത് ഇവിടുന്ന് ഈ ഒരു ലൈനിൽ കൂടെ തന്നെ സൈക്കിളിൽ അവിടുന്ന് ഇവിടം വരെ വരികയാണ്. വിത്ത് സേഫ്റ്റി പ്രിക്കോഷൻസാണ് നമ്മൾ അവർ ചെയ്യുന്നത്. അവിടുന്ന് ഇവിടം വരെയാണ്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ കൂടെ നമുക്ക് നടന്നു പോകാം. ഇവിടുന്ന് അവിടം വരെ നമുക്ക് ഈ കമ്പിയെ കൂടെ തന്നെ നടന്നു പോകുന്നൊരു സംഭവമാണിത്. ഇത് നമ്മൾ നേരത്തെ ഹിൽവ്യൂ പാർക്കിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടിരുന്നു. അഡ്വഞ്ചറസ് പാർക്കിൽ ഇതുപോലെ നടന്നു പോകാനുള്ള സംഭവം, വെള്ളത്തിന് മുകളിൽ നടക്കാനുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ സൈക്ലിംഗ് കാര്യങ്ങളുമൊക്കെ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.